നമസ്കാരം, ET മലയാളത്തിലേക്ക് സ്വാഗതം. നമ്മൾ കുറച്ച് ദിവസമായി ഫണ്ടമെന്റൽ സൈഡിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി. ഫണ്ടമെന്റൽ അനാലിസിസ് പോലെ തന്നെ പ്രധാനമായ ഒന്നാണ് ടെക്നിക്കൽ അനാലിസിസ്. സിമ്പിൾ ആയി പറഞ്ഞാൽ ഒരു ഓഹരിയുടെ പാസ്റ്റ് പ്രൈസും അതിന്റെ വോളിയവും പരിശോധിച്ച് ഭാവിയിലെ വില എങ്ങോട്ട് പോകുമെന്ന് പ്രവചിക്കുന്ന രീതിയാണിത്. അതായത് കമ്പനിയുടെ ബാലൻസ് ഷീറ്റോ ലാഭമോ നോക്കുന്നതിന് പകരം ചാർട്ടുകളിലെ പാറ്റേണുകൾ നോക്കി നിക്ഷേപകർ തീരുമാനമെടുക്കുന്ന രീതി. ഇത് പ്രധാനമായും 3 തത്വങ്ങളെ അടിസ്ഥാനമാക്കുന്നു. ഒന്ന്, മാർക്കറ്റ് ഡിസ്കൗണ്ട്സ് എവറിത്തിങ്. അതായത് കമ്പനിയെക്കുറിച്ചുള്ള എല്ലാ വാർത്തകളും നല്ലതായാലും ചീത്തതായാലും നിലവിലെ ഓഹരി വിലയിൽ പ്രതിഫലിച്ചിട്ടുണ്ടാവും. പ്രൈസ് മൂവിംഗ് ട്രെൻഡ്സ് ആണ് അടുത്തത്. അതായത് ഓഹരി വിലകൾ എപ്പോഴും ഒരു പ്രത്യേക ദിശയിൽ ഒന്നുകിൽ മുകളിലേക്കോ അല്ലെങ്കിൽ താഴേക്കോ ആണ് മൂവ് ചെയ്യുക. മൂന്നാമത്തേതും ഏറ്റവും പ്രധാനവുമായത് ഹിസ്റ്ററി ടെൻഡ്സ് ടു റിപ്പീറ്റ് ഇറ്റ്സെൽഫ് എന്ന കൺസെപ്റ്റ് ആണ്. മനുഷ്യ സഹജമായ വികാരങ്ങൾ, അതായത് പേടിയും ആവേശവും മാറാത്തത് കൊണ്ട് ചാർട്ടിലെ പഴയ പാറ്റേണുകൾ വീണ്ടും ആവർത്തിക്കുന്നു. ടെക്നിക്കൽ അനാലിസിസ് ഏറ്റവും കൂടുതൽ നോക്കാറുള്ളത് ട്രേഡർമാരാണല്ലേ. കാരണം ഹ്രസ്വകാലത്തേക്ക് ലാഭം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ടെക്നിക്കൽ അനാലിസിസ് ഒഴിച്ചുകൂടാനാവാത്തതാണ്. 3 പ്രധാന കാരണമാണ് ഇതിനുള്ളത്. ഒന്നാമത്തേത് ടൈമിംഗ് മാർക്കറ്റ് ആണ്. എപ്പോൾ വാങ്ങണം എപ്പോൾ വിൽക്കണമെന്ന് കൃത്യമായി മനസ്സിലാക്കാൻ ടെക്നിക്കൽ അനാലിസിസ് സഹായിക്കുന്നുണ്ട്. റിസ്ക് മാനേജ്മെന്റ് ആണ് അടുത്തത്. എത്ര രൂപ വരെ നഷ്ടം സഹിക്കാമെന്ന് ചാർട്ട് നോക്കി തീരുമാനിക്കാനാണ് ട്രേഡർമാർ ഇത് ഉപയോഗിക്കുന്നത്. ക്വിക്ക് ഡിസിഷൻസ് തന്നെയാണ് അടുത്ത അഡ്വാൻറ്റേജ്. അതായത് മിനിറ്റുകൾക്കോ മണിക്കൂറുകൾക്കോ ഉള്ളിൽ തീരുമാനമെടുക്കാൻ ഇൻഡിക്കേറ്ററുകൾ സഹായിക്കുന്നുണ്ട്. എന്നാൽ ട്രേഡർമാർക്ക് മാത്രമാണോ ടെക്നിക്കൽ അനാലിസിസ് ഗുണമാകുന്നത്? അല്ല, നിക്ഷേപകർക്കും ഇത് നോക്കുന്നത് കൊണ്ട് ചില ഗുണങ്ങളുണ്ട്. ഒന്നാമത്തെ ഗുണം ബൈയിങ് അറ്റ് ദ റൈറ്റ് പ്രൈസ് തന്നെയാണ്. എന്ന് വെച്ചാൽ ഒരു നല്ല കമ്പനി എപ്പോഴും ഉയർന്ന വിലയിൽ വാങ്ങുന്നത് ബുദ്ധിയല്ല. ടെക്നിക്കൽ അനാലിസിസ് ഉപയോഗിച്ച് ഓഹരി അതിന്റെ സപ്പോർട്ട് ലെവലിൽ എത്തുമ്പോൾ വാങ്ങാൻ സാധിക്കും. ട്രെൻഡ് കൺഫർമേഷൻ മനസ്സിലാക്കാൻ ടെക്നിക്കൽ അനാലിസിസ് നോക്കേണ്ടതുണ്ട്. ഒരു ഓഹരി ദീർഘകാലത്തേക്ക് താഴേക്ക് പോകുകയാണോ എന്ന് തിരിച്ചറിയാൻ ഇത് സഹായിക്കുന്നുണ്ട്. പ്രോഫിറ്റ് ബുക്കിംഗിന്റെ ടൈം ആയി എന്ന് മനസ്സിലാക്കുന്നതിനും ചാർട്ട് നോക്കേണ്ടതുണ്ട്. ഓഹരി വില അതിന്റെ പരമാവധിയിൽ എത്തിയോ എന്ന് മനസ്സിലാക്കി ലാഭം എടുക്കാൻ ഇത് സഹായിക്കുന്നു. ഫണ്ടമെന്റൽ അനാലിസിസ് ഏത് ഓഹരി വാങ്ങണമെന്ന് പറഞ്ഞു തരുമ്പോൾ ടെക്നിക്കൽ അനാലിസിസ് എപ്പോൾ വാങ്ങണമെന്ന് പറഞ്ഞു തരുന്നു. ടെക്നിക്കൽ അനാലിസിസിൽ കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. നമുക്ക് ഒരുപാട് അഡ്വാൻസ് കാര്യങ്ങളിലേക്കൊന്നും കടക്കണ്ട. നമ്മുടെ പോർട്ട്ഫോളിയോയിലുള്ള ഫണ്ടമെന്റലി സ്ട്രോങ് ആയ ഒരു കമ്പനി അക്യുമുലേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ പ്രോഫിറ്റ് ബുക്കിംഗ് ഒക്കെ ചെയ്യുന്നതിന് ഏറ്റവും ബേസിക് ആയി നോക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ടെക്നിക്കാണ് ഇന്ന് മനസ്സിലാക്കുന്നത്. ടെക്നിക്കൽ അനാലിസിസിൽ ഏറ്റവും ലളിതവും എന്നാൽ വളരെ പവർഫുള്ളുമായ ഒന്നാണ് മൂവിംഗ് ആവറേജ്. ഒരു നിശ്ചിത കാലയളവിലെ ഓഹരി വിലകളുടെ ശരാശരിയാണ് മൂവിംഗ് ആവറേജ്. ചാർട്ടിലെ വിലയിൽ ഉണ്ടാകുന്ന പെട്ടെന്നുള്ള മാറ്റങ്ങളും ബഹളങ്ങളും ഒഴിവാക്കി ട്രെൻഡ് ഏത് ദിശയിലേക്കാണെന്ന് വ്യക്തമായി കാണിച്ചു തരാൻ ഇത് സഹായിക്കുന്നു. ഇതിനെ മൂവിംഗ് എന്ന് വിളിക്കാൻ കാരണം ഓരോ പുതിയ ദിവസം കഴിയുമ്പോഴും പഴയ ഡാറ്റ ഒഴിവാക്കി പുതിയ ഡാറ്റ ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും എന്നതാണ്. അതിനാൽ വില മാറുന്നതിനനുസരിച്ച് ഈ ശരാശരി ലൈനും ചാർട്ടിലൂടെ നീങ്ങിക്കൊണ്ടിരിക്കും. മൂവിംഗ് ആവറേജുകൾ പ്രധാനമായും 2 രീതിയിലാണ് കണക്കാക്കുന്നത്. ഒന്ന്, സിമ്പിൾ മൂവിംഗ് ആവറേജ്. ഇതാണ് ഏറ്റവും സാധാരണമായ രീതി. ഒരു നിശ്ചിത ദിവസങ്ങളിലെ ക്ലോസിംഗ് വിലകൾ കൂട്ടി ആ ദിവസങ്ങളുടെ എണ്ണം കൊണ്ട് ഹരിക്കുന്നു. ഇതിൽ എല്ലാ ദിവസത്തെ വിലകൾക്കും തുല്യ പ്രാധാന്യമാണ് നൽകുന്നത്. ദീർഘകാല നിക്ഷേപകർ ട്രെൻഡ് മനസ്സിലാക്കാൻ ഇതാണ് ഉപയോഗിക്കുന്നത്. രണ്ടാമത്തേത് എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് ആണ്. ഇത് കുറച്ചുകൂടി വേഗതയുള്ളതാണ്. ഇതിൽ ഏറ്റവും പുതിയ ദിവസങ്ങളിലെ വിലകൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്നുണ്ട്. അതിനാൽ വിപണിയിലെ പെട്ടെന്നുള്ള മാറ്റങ്ങളോട് EMA വേഗത്തിൽ പ്രതികരിക്കും. ഇൻട്രാഡേ ട്രേഡർമാരും ഷോർട്ട് ടേം ട്രേഡർമാരുമാണ് ഇത് കൂടുതൽ നോക്കുന്നത്. നമുക്ക് സിമ്പിൾ മൂവിംഗ് ആവറേജിനെ കുറിച്ച് മനസ്സിലാക്കാം. മൂവിംഗ് ആവറേജുകൾ പ്രധാനമായും 3 കാര്യങ്ങൾക്കാണ് ഉപയോഗിക്കുക. ഒന്നാമതായി, വിപണിയുടെ പൊതുവായ ദിശ അഥവാ ട്രെൻഡ് തിരിച്ചറിയാൻ ഇത് സഹായിക്കും. ഓഹരി വില മൂവിംഗ് ആവറേജ് ലൈനിന് മുകളിലാണെങ്കിൽ അത് പോസിറ്റീവ് ട്രെൻഡിനെയും താഴെയാണെങ്കിൽ നെഗറ്റീവ് ട്രെൻഡിനെയുമാണ് സൂചിപ്പിക്കുന്നത്. രണ്ടാമതായി, ഇവ ചാർട്ടിലെ ഒരു സപ്പോർട്ട് അഥവാ റെസിസ്റ്റൻസ് ലെവലായി പ്രവർത്തിക്കുന്നുണ്ട്. വില താഴേക്ക് വരുമ്പോൾ പലപ്പോഴും ഈ ആവറേജ് ലൈനിൽ തട്ടി തിരിച്ചു കയറുന്നതിനെ ഡൈനാമിക് സപ്പോർട്ട് എന്ന് വിളിക്കുന്നു. മൂന്നാമതായി, വ്യത്യസ്ത കാലയളവിലെ 2 ആവറേജുകൾ തമ്മിൽ മുറിച്ച് കടക്കുന്നതിലൂടെ കൃത്യമായ വാങ്ങൽ അല്ലെങ്കിൽ വിൽക്കൽ സൂചനകൾ ലഭിക്കുന്നുണ്ട്. സാധാരണയായി ചുരുങ്ങിയ കാലയളവിലേക്ക്, അതായത് ഷോർട്ട് ടേമിലേക്ക് 5, 10, 20 ദിവസങ്ങളും ഇടത്തരം കാലയളവിലേക്ക് 50 ദിവസവുമാണ് ഉപയോഗിക്കുന്നത്. ലോങ് ടേം ഇൻവെസ്റ്റർമാർ സാധാരണയായി 50-day SMA, 200-day SMA എന്നിവയാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കാറുള്ളത്. ഇതിൽ തന്നെ 200-day സിമ്പിൾ മൂവിംഗ് ആവറേജ് ആണ് ലോങ് ടേം ഇൻവെസ്റ്ററുടെ ഏറ്റവും വലിയ ആയുധം. വില 200-day മൂവിംഗ് ആവറേജിന് മുകളിലാണെങ്കിൽ ആ ഓഹരി ഒരു ബുള്ളിഷ് ഫേസിലാണെന്ന് പറയാം. ഇത് ആത്മവിശ്വാസത്തോടെ നിക്ഷേപം തുടരാൻ സഹായിക്കുന്നു. നല്ല ക്വാളിറ്റിയുള്ള ഒരു ഓഹരി അതിന്റെ 200-day SMAക്ക് അടുത്ത് വരുമ്പോൾ അത് പലപ്പോഴും ഒരു ശക്തമായ സപ്പോർട്ട് ലെവലായി പ്രവർത്തിക്കാറുണ്ട്.
ഒരു ഓഹരി വർഷങ്ങളോളം കൈവശം വെക്കാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിലും ആ കമ്പനിയുടെ ട്രെൻഡ് പൂർണ്ണമായും നെഗറ്റീവ് ആകുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. വില സ്ഥിരമായി 200 SMA താഴെ നിൽക്കുകയും ശരാശരി ലൈൻ താഴേക്ക് തിരിയുകയും ചെയ്താൽ ആ ഓഹരിയുടെ സുവർണകാലം താൽക്കാലികമായി കഴിഞ്ഞു എന്നതിന്റെ സൂചനയാകാം. ഇത് വലിയ നഷ്ടം ഒഴിവാക്കാൻ നിക്ഷേപകരെ സഹായിക്കും. ഇപ്പോൾ വിപണി കലുഷിതമായതിനാൽ തന്നെ പല വമ്പന്മാരും 200 മൂവിംഗ് ആവറേജിൽ താഴേക്ക് എത്തിയിട്ടുണ്ട്. ബജാജ് ഓട്ടോ, മുത്തൂറ്റ് ഫിനാൻസ്, ബാങ്ക് ഓഫ് ബറോഡ, JSW സ്റ്റീൽ, ഹിന്ദുസ്ഥാൻ സിങ്ക്, സംവർധന മദേഴ്സൺ, കനറ ബാങ്ക്, ഭാരത് ഇലക്ട്രോണിക്സ്, ഡോക്ടർ റെഡ്ഡി, ഐഷർ മോട്ടോഴ്സ് എന്നീ ഓഹരികളാണ് നിലവിൽ 200 മൂവിംഗ് ആവറേജിന് താഴേക്ക് എത്തിയിരിക്കുന്നത്. ഇവിടെ ലോങ് ടേം ഇൻവെസ്റ്ററെ സംബന്ധിച്ച് ഇതിനെ രണ്ട് രീതിയിൽ വ്യാഖ്യാനിക്കാം. ഒന്ന്, പ്രോഫിറ്റ് ബുക്കിംഗ് നടത്താം, അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം. എപ്പോഴാണ് ലാഭം എടുക്കേണ്ടത്? നിങ്ങൾ ഒരു ഓഹരി കുറഞ്ഞ വിലയ്ക്ക് വാങ്ങി കൈവശം വെച്ചിരിക്കുകയാണെന്ന് കരുതുക. ആ ഓഹരി കുതിച്ചുയർന്ന് കുറെ ലാഭത്തിൽ നിൽക്കുകയാണ്. എന്നാൽ പെട്ടെന്ന് മാർക്കറ്റിൽ ഇടിവ് വരികയും വില 200 മൂവിംഗ് ആവറേജ് ലൈനിന് താഴേക്ക് ബ്രേക്ക് ചെയ്യുകയും ചെയ്താൽ അതിനർത്ഥം ആ ഓഹരിയുടെ ദീർഘകാലത്തെ പോസിറ്റീവ് ട്രെൻഡ് അവസാനിക്കാൻ പോകുന്നു എന്നാണ്. അവിടെ വെച്ച് ലാഭം എടുക്കുന്നത് നിങ്ങളുടെ കയ്യിലുള്ള പണം സുരക്ഷിതമാക്കാൻ സഹായിക്കും. കാരണം 200 മൂവിംഗ് ആവറേജ് തകർന്നാൽ വില ഇനിയും ഒരുപാട് താഴേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ഇനി രണ്ടാമത്തെ സെനാറിയോ നോക്കാം. നിങ്ങൾ ഒരു ഓഹരി വാങ്ങാൻ കാത്തിരിക്കുകയാണെന്ന് കരുതുക. ആ കമ്പനി അടിസ്ഥാനപരമായി വളരെ ശക്തമാണ്. പക്ഷെ മാർക്കറ്റിലെ താൽക്കാലിക പ്രശ്നങ്ങൾ കൊണ്ട് മാത്രം വില 200 മൂവിംഗ് ആവറേജിന് താഴേക്ക് പോയി എന്ന് വിചാരിക്കുക. ഇത്തരം സാഹചര്യത്തിൽ വില ആ ലൈനിന് താഴെ പോയി അവിടെ ഒരു സപ്പോർട്ട് എടുത്ത് തിരിച്ചു കയറാൻ തുടങ്ങുമ്പോൾ അത് പുതിയ നിക്ഷേപകർക്ക് ഒരു മികച്ച വാങ്ങൽ അവസരമാണ്. ഇവിടെയാണ് നമ്മൾ ഒരു വാല്യൂ ഇൻവെസ്റ്റർ ആകേണ്ടത്. നമ്മൾ ഇന്ന് സംസാരിച്ച ഓഹരികളെല്ലാം തന്നെ ശക്തമായ ഫണ്ടമെന്റൽസ് ഉള്ള കമ്പനികളാണ്. പക്ഷെ വില 200 മൂവിംഗ് ആവറേജിന് താഴേക്ക് പോയത് കൊണ്ട് മാത്രം നമ്മൾ വാങ്ങണമെന്നല്ല അർത്ഥം. തീരുമാനം എടുക്കുന്നതിന് മുൻപ് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ആ സെക്ടറിലെ മറ്റ് കമ്പനികളും ഇതുപോലെ താഴോട്ടാണോ എന്ന് നോക്കുക. വില 200 മൂവിംഗ് ആവറേജിക്ക് താഴെ പോയ ശേഷം അവിടെ ഒരു സപ്പോർട്ട് എടുത്ത് വീണ്ടും മുകളിലേക്ക് കയറാൻ തുടങ്ങുമ്പോൾ ലൈൻ ക്രോസ് ചെയ്യുമ്പോൾ വാങ്ങുന്നതാണ് ഏറ്റവും സുരക്ഷിതം. അതുകൊണ്ട് ഈ 10 ഓഹരികളെ ഇപ്പോൾ നിങ്ങളുടെ വാച്ച് ലിസ്റ്റിൽ ഇടുക. ബ്ലൂ ചിപ്പ് ഓഹരികൾ ഡിസ്കൗണ്ടിൽ കിട്ടുമ്പോൾ അവയെ ചേർത്ത് പിടിക്കുന്നതാണ് നല്ലത്. പക്ഷേ 200 മൂവിംഗ് ആവറേജ് ബ്രേക്ക് ചെയ്യുന്നത് ഒരു ജാഗ്രതാ നിർദ്ദേശം കൂടിയാണെന്നും കൂടി മറക്കരുത്.